അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാളെ വരാം, നാളെ കാണാം, നാളെ ചെയ്യാം, നാളെ 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 അതൊരു പ്രതീക്ഷയാണ്. ആ നാളെ ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ അറിയില്ല. അടുത്ത സമയം ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യത്തെയും ഇൻഷാ അള്ളാഹ് ചേർത്തിട്ടല്ലാതെ നീ പറയരുതെന്ന് വിശുദ്ധ ഖുർആൻ. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. തിരിഞ്ഞു നോക്കാൻ പോലും വിടവില്ലാത്ത വിധം തിരക്കേറിയ രാപ്പകലുകൾ സ്വപ്നച്ചിറകിലേറി പാറി നടക്കുമ്പോൾ അറിയാതെ കയറി വരുന്ന മരണത്തിൻ്റെ ദൂതൻ അസ്റായീൽ അലൈഹിസ്സലാം. നാം കേട്ട ഒരു മരണവാർത്ത മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതായിരുന്നു. അമീർ അർഷദി ജീവിതത്തിലെ തൻ്റെ സ്വപ്നഗോപുരം പണിതു. അതിമനോഹരമായ ഒതുങ്ങിയ ഒരു വീട്. പണിയെല്ലാം പൂർത്തീകരിച്ചു. സുബഹി നിസ്കാരത്തോടെ താമസം തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു. ആളുകളെയെല്ലാം അദ്ദേഹം ക്ഷണിച്ചു. പക്ഷേ 2 കുരുന്നു മക്കളുടെ പിതാവായ ഈ യുവ പണ്ഡിതന് വിധിക്കപ്പെട്ടത് തൻ്റെ പണിതീർത്ത സുന്ദര സൗധമല്ല, പെട്ടെന്ന് വെട്ടിയുണ്ടാക്കിയ 6 അടി മണ്ണിലെ അലങ്കാരമില്ലാത്ത ബർസഖിൻ്റെ ഭവനമായിരുന്നു. അദ്ദേഹം നമ്മിൽ നിന്നും യാത്രയായി. ഹൃദയം പിളർത്തുന്ന 1000 ഓർമ്മകൾ ബാക്കി വെച്ച്, നാഥ, സ്വർഗത്തിലൊരു സുന്ദര ഭവനം നീ അദ്ദേഹത്തിന് ഒരുക്കി നൽകണമേ. ഓർക്കുക സഹോദരങ്ങളെ, വിധി വന്നാൽ വിലപിക്കുന്നത് വെറുതെയാണ്. മുന്നേ പോയവർ പലരും ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാത്തവരായിരുന്നു. അവരൊക്കെയും കേണപേക്ഷ കാണും ഒരൽപ്പം സാവകാശത്തിനായി. ഇല്ല, വിധി വന്നാൽ പടിയിറങ്ങിയേ മതിയാവും. അതിനു മുമ്പ് മാറ്റിവെക്കണം ചില തിരക്കുകൾ, പറഞ്ഞു തീർക്കണം ചില പിണക്കങ്ങൾ. നന്മകൾക്ക് സമയം കണ്ടെത്തണം സഹോദരങ്ങളെ. നാളെ എന്ന ചിന്ത വെടിയണം. കിബറും ഹസദുമെല്ലാം മനസ്സിൽ നിന്നിറക്കി വെച്ച് സ്നേഹവും സഹനവും കൈമുതലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.